കളഞ്ഞെത്തിയ എ.ടി.എം കാർഡ് അതുപയോഗിച്ച് പണം തട്ടിയ കേസിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ വനിതാ മെമ്പറെയും സഹായിയും പോലീസ് പൊക്കി. ഇവർ മറ്റാരുമല്ല, ബി.ജെ.പിക്കാരാണ്. ബി.ജെ.പി അംഗവും മഹിളാ മോർച്ച ഭാരവാഹിയുമായ സുജന്യ ഗോപിയും ഇവരുടെ സഹായി കല്ലിശ്ശേരി വല്യത്ത് ലക്ഷ്മി നിവാസിൽ സലീഷ് മോനുമാണ് പോലീസ് പിടിയിലായത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി രണ്ടുപേരെയും കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു. ചെങ്ങന്നൂർ സ്വദേശി വിനോദ് എബ്രഹാമിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വിനോദിന്റെ എ.ടി.എം കാർഡ് അടങ്ങുന്ന പേഴ്സ് നഷ്ടപ്പെടുന്നത്. കല്ലിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ഭാര്യയെ ജോലി സ്ഥലത്ത് വിട്ടതിനു ശേഷം തിരികെ വരുന്നതിനിടെ വഴിയിൽ വെച്ചാണ് പേഴ്സ് നഷ്ടപ്പെട്ടത്. ഓട്ടോ ഡ്രൈവറായ സലീഷിന് വിനോദിന്റെ പേഴ്സ് ലഭിച്ചു. തുടർന്ന് പേഴ്സ് ലഭിച്ച വിവരം സലീഷ് സുജന്യയെ വിളിച്ചറിയിച്ചു. ഇരുവരും ചേർന്ന് പിറ്റേ ദിവസം രാവിലെ 6 മണിക്കും 8 മണിക്കും ഇടയിൽ ബുധന്നൂർ, പാണ്ടനാട്, മാന്നാർ എന്നിവിടങ്ങളിലെ എ.ടി.എം കൗണ്ടറുകളിൽ എത്തി 25,000 രൂപ പിൻവലിച്ചു. എ.ടി.എം കാർഡിനോടൊപ്പം എഴുതി സൂക്ഷിച്ചിരുന്ന പിൻ നമ്പർ അതുപയോഗിച്ചാണ് ഇവർ തുക പിൻവലിച്ചത്. തുക പിൻവലിച്ചതിന്റെ അറിയിപ്പ് മൊബൈലിൽ വന്നതോടെ വിനോദ് ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകി. എ.ടി.എം കാർഡ് പിന്നീട് കല്ലിശ്ശേരി റെയിൽവേ പാലത്തിന് സമീപത്തുള്ള റോഡിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സുജന്യയും സലീഷും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ വിവരങ്ങൾ ലഭിച്ചു. എ.ടി.എം കൗണ്ടറുകളുടെയും സമീപത്തുള്ള സ്ഥാപനങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഇവര് രണ്ടുപേരും ചേർന്നാണ് എ.ടി.എമ്മിൽ നിന്ന് പണം പിൻവലിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. വൈകാതെ ഇവർ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു.